ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. വെളിപാട് 6-ാമത്തെ അധ്യായത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ 4 മുദ്രകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഈ 4 മുദ്രകളുടെ പ്രത്യേകതയും എന്തെന്ന് നമ്മൾ മനസ്സിലാക്കി. 1-ാമത്തെ മുദ്ര വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെയാണ്. അത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ നാം പ്രപഞ്ചത്തിലുള്ള തിന്മകളുടെ ശക്തികളെ കാണുമ്പോൾ അതാണ് 2, 3, 4 മുദ്രകളിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ തിന്മകളുടെ ശക്തികളെ കാണുമ്പോൾ, അതിനെ വിലയിരുത്തുമ്പോൾ പശ്ചാത്തലമായിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കേണ്ടത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ചിത്രമാണ് എന്നാണ് ഈ ആദ്യത്തെ 4 മുദ്രകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി തുടർന്ന് ദൈവജനത്തിന് എന്തു സംഭവിക്കുന്നു, അവരുടെ പ്രതികരണം എന്താണ് എന്നാണ് 5-ാമത്തെ മുദ്രയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടു, ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവർ, അങ്ങനെയുള്ളവർ നമ്മൾ ആദിമസഭയിൽ കാണുന്നുണ്ട് ഇല്ലേ? സ്തെഫാനോസിൻ്റെ ആ ചിത്രം തന്നെ, രക്തസാക്ഷിത്വം തന്നെ ഇതിന് വലിയ ഒരു ഉദാഹരണം തന്നെയാണ്. അപ്പോൾ സ്തെഫാനോസിനെ പോലെ, അതുപോലെ തന്നെ ആദിമ നൂറ്റാണ്ടുകളിൽ മതമർദ്ദനത്തിന് വിധേയരായി വധിക്കപ്പെട്ടവർ, അവരെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഗ്രന്ഥകാരൻ ഇവിടെ പറയുക, അവരുടെ ആത്മാക്കൾ ബലിപീഠത്തിന് കീഴെ നിന്നുകൊണ്ട് വിലപിക്കുകയാണ്. അവർ പറയുന്നു, 10-ാമത്തെ വാക്യം, പരിശുദ്ധനും സത്യവാനുമായ നാഥ, അങ്ങ് എത്രത്തോളം ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്താതെയും തങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാതെയും ഇരിക്കും. ഇവിടെ അല്പം പ്രശ്നം പിടിച്ച ചില കാര്യങ്ങളൊക്കെയുണ്ട്. ഇവിടെ പ്രതികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം പ്രതികാരം ചെയ്യുന്നവനാണോ? വെളിപാട് ഗ്രന്ഥത്തെക്കുറിച്ച് ചിലരൊക്കെ പറയാറുള്ള ഒരു കാര്യം അതാണ്. ഇതിനകത്ത് സ്നേഹത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സ്നേഹത്തെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ യോഹന്നാൻ തന്നെ എഴുതിയിരിക്കുന്ന ഈ വെളിപാട് ഗ്രന്ഥത്തിൽ സ്നേഹത്തെക്കുറിച്ചുള്ള പ്രതികാരത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളത് വിലയിരുത്തേണ്ടത്? എപ്രകാരമാണ് ഈ വാക്യങ്ങൾ മനസ്സിലാക്കേണ്ടത്? പരിശുദ്ധനും സത്യവാനുമായിട്ടുള്ള നാഥ. അപ്പോൾ ആദ്യം ആ ഒരു പദപ്രയോഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധൻ തീർച്ചയായിട്ടും ദൈവത്തിനുള്ള വിശേഷണമാണ്, പരിശുദ്ധനായവൻ. ഇനി സത്യവാനുമായ നാഥ, സത്യവാൻ തീർച്ചയായിട്ടും ദൈവത്തിന് നൽകുന്ന പഴയ നിയമത്തിലെ വളരെ പല ഇടങ്ങളിൽ കാണുന്ന ഒരു വിശേഷണം. ഇനി നാഥ ദെസ്പോറ്റസ് എന്ന് പറയുന്ന ആ ഗ്രീക്ക് പദം. അപ്പോൾ നാഥൻ എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് അടിമയുടെ മേൽ അധികാരമുള്ളവൻ, അവന് എന്തും തൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ നാഥൻ, ദെസ്പോറ്റസ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം ഈ വ്യക്തിക്ക് തൻ്റെ കീഴിലുള്ളവരുടെ മേൽ എന്തും ചെയ്യുവാനായിട്ട്, അവരെ എന്തും ചെയ്യുവാനായിട്ട് അവർക്കൊക്കെ സാധിക്കും. അപ്പോൾ ദൈവത്തെ നാഥ എന്ന് വിളിക്കുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? തങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവൻ സർവശക്തനായ ദൈവമാണ് എന്നാണ്. ഈ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയൊന്നുമല്ല, ദൈവം തന്നെയാണ് തങ്ങളുടെ ജീവൻ്റെ ഉടയവൻ. തങ്ങളെ സൃഷ്ടിച്ചവനും അതുപോലെ തന്നെ തങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവനും ദൈവം തന്നെയാണ്. അപ്പോൾ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അനുസരിച്ച് നടക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത് ദൈവം തന്നെയാണ് എന്ന് അർത്ഥം. അപ്പോൾ ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ എന്നുള്ള പ്രയോഗം, ഇപ്പോൾ ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ, ഈ ഒരു പ്രയോഗം നമ്മൾ
വെളിപാടിലെ പ്രതീകങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു. ഭൂമിയിൽ വസിക്കുക എന്ന് വെച്ചാൽ ഭൗമിക തലത്തിൽ കഴിയുന്നവർ, ഭൗമികമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളവർ, ഭൗമികമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഭൗമിക ശക്തികളുടെ പിന്നാലെ, തിന്മകളുടെ ശക്തികളുടെ പിന്നാലെ പോകുന്നവർ. അപ്പോൾ ഭൂവാസികളുടെ മേൽ അതെപ്പോഴും നിഷേധാത്മകമായിട്ടാണ് ഈ പ്രയോഗം വെളിപാട് ഗ്രന്ഥത്തിലുള്ളത്. അപ്പോൾ തിന്മകളുടെ കൂടെ നിന്ന് തങ്ങളെ ദ്രോഹിക്കുകയും തങ്ങളുടെ മരണത്തിന് ഉത്തരവാദികളുമായിരിക്കുന്ന ഇവരുടെ മേൽ ന്യായവിധി നടത്താതെയും തങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാതെയും ഇരിക്കും എന്നാണ് ചോദ്യം. പ്രതികാരം ചെയ്യാതിരിക്കുക എന്താണ്? ന്യായവിധി നടത്തുക നമുക്ക് മനസ്സിലാക്കാം, ന്യായം വിധിക്കുക. പക്ഷേ പ്രതികാരം ചെയ്യുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്ത്? ഒരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഇത് ക്രൈസ്തവ സ്നേഹത്തിന് എതിരായിട്ടുള്ള പ്രവൃത്തിയല്ല ഗ്രന്ഥകാരൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രതികാരം ചെയ്യുക, ഗ്രീക്ക് ഭാഷയിൽ എക് ദിക്കയോ എന്ന് പറയുന്ന ആ പദത്തിന് ശിക്ഷിക്കുക, പ്രതികാരം ചെയ്യുക, അല്ലെങ്കിൽ നിയമം സ്ഥാപിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇപ്പോൾ ന്യായപൂർവകവും നിയമാനുസൃതവും അത്യന്താപേക്ഷിതവുമായിട്ടുള്ള നീതി നിർവഹണമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ദൈവം ഈ പ്രപഞ്ചത്തിലുള്ള അധർമ്മം ഇല്ലാതാക്കി നീതി പുനഃസ്ഥാപിക്കുന്നത് സൂചിപ്പിക്കുന്നതാണ് ഈ പദം. അപ്പോൾ പ്രതികാരം ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ തിന്മകളെയെല്ലാം ഇല്ലായ്മ ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ വേറൊരു രൂപമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി വിശ്വാസികളുടെ രക്തം ബാബിലോണിൽ കാണുന്നു, ചരിത്രത്തിലെ സാമ്രാജ്യത്തെ തിന്മ ഒക്കെ ഇവിടെ കാണുന്നു. അപ്പോൾ ഇതെല്ലാം ഈ തിന്മകൾ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ തിന്മകൾ അതൊക്കെ തുടച്ചു മാറ്റി ഈ പ്രപഞ്ചത്തിൽ ന്യായം, നീതി അത് സമ്പൂർണ്ണമായിട്ട് പുനഃസ്ഥാപിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇവിടെ കാണുക. അപ്പോൾ തങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാതെ ഇരിക്കും. അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രാർത്ഥന അത് ഈ തിന്മയുടെ ശക്തികളുടെ ഇടയിൽ കഴിയുന്ന ദൈവജനത്തിൻ്റെ ഉള്ളിൽ നിന്നുയരുന്ന ഒരു രോദനം തന്നെയാണ്. എത്ര നാളും ഞങ്ങളിനി കാത്തിരിക്കണം, എപ്പോഴാണ് ദൈവം ഇതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് മോചനം നൽകുന്നത് എന്നുള്ള ആ ഒരു രോദനം, അതൊരു പ്രാർത്ഥനയാണ്. ഇപ്പം എപ്പോഴും സഹനങ്ങളുടെ ഇടയിലുള്ള മനുഷ്യൻ്റെ ചോദ്യം അതൊക്കെ തന്നെയാണ്. എപ്പോഴാണ് ദൈവമേ ഞങ്ങൾക്ക് ഈ വേദനയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം ലഭിക്കുന്നത്? അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ കൊച്ചു വേദനയുടെ നിമിഷത്തിലും നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ്. ഇനി ഇവിടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. 11-ാമത്തെ വാക്യം, അവർക്ക് ഓരോരുത്തർക്കും വെള്ളയങ്കി നൽകപ്പെട്ടു. ഓരോരുത്തർക്കും വെള്ളയങ്കി നൽകപ്പെട്ടു. അപ്പോൾ ബലിപീഠത്തിന് കീഴെയുള്ള ആ ആത്മാക്കൾക്ക് അവർക്ക് വെള്ളയങ്കി നൽകപ്പെട്ടു. എന്താണ് വെള്ളയങ്കി? നമ്മൾ ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ സൂചിപ്പിച്ചായിരുന്നു. വെളുപ്പ് നിറം എന്ന് പറയുന്നത് അത് യേശുവിൻ്റെ ഉയർപ്പിനെ, ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ്. വെള്ളയങ്കി എന്താണ്? ഉത്ഥാനത്തിൻ്റെ ശോഭയാണ്. അപ്പോൾ യേശുവിനോടൊപ്പം മരിച്ച ഇവർ, യേശുവിൻ്റെ കുരിശുമരണത്തിൽ പങ്കുചേരുന്ന ഇവർ യേശുവിൻ്റെ ഉത്ഥാനത്തിലും പങ്കുപറ്റുന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ യേശുവിന് വേണ്ടി തങ്ങളുടെ ജീവിതം അർപ്പിച്ചവർക്കുള്ള ആ ഒരു സമ്മാനം ഇതാ ഇവിടെ നൽകപ്പെട്ട് കഴിഞ്ഞു. അവർക്ക് വെള്ളയങ്കി നൽകി, അതായത് അവിടുത്തെ ഉത്ഥാനത്തിൽ അവർ പങ്കുചേരുന്നു എന്ന് ഇവിടെ അർത്ഥമാക്കുന്നു. അപ്പോൾ മരിച്ചവർ, യേശുവിന് വേണ്ടി ജീവിച്ച് മരിച്ചവർ അവിടുത്തെ ഉത്ഥാനത്തിൽ ഇപ്പോൾ തന്നെ പങ്കുചേരുന്നു എന്നുള്ള വിശ്വാസമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി പറയുന്ന അടുത്ത ഒരു ഭാഗം, വധിക്കപ്പെടാനിരുന്ന സഹദാസരുടെ എണ്ണം തികയുന്നതുവരെ അല്പം സമയം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദ്ദേശം നൽകപ്പെട്ടു. അവിടെയും ചില പ്രധാനപ്പെട്ട ചില ആശയങ്ങളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇനിയും വധിക്കപ്പെടാനിരിക്കുന്നവരുടെ എണ്ണം തികയുന്നവരെ, അപ്പോൾ ദൈവം രക്തസാക്ഷികളുടെ എണ്ണം ഒക്കെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു എന്നുള്ള ചിന്തയൊക്കെ ചില
അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഹേനോക്കിൻ്റെ ഗ്രന്ഥത്തിൽ 47-ാം അധ്യായത്തിലൊക്കെ നാം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വധിക്കപ്പെട്ടവരുടെ എണ്ണം തികയുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? എപ്പോഴാണ് ഞങ്ങളുടെ ഈ സഹനത്തിന് അറുതി ഉണ്ടാവുക? എപ്പോഴാണ് ദൈവം ഈ സഹനത്തിന് പ്രതികാരം ചെയ്യുക എന്നാണ് ചോദ്യം. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? ഇനിയും സഹിക്കുവാനായിട്ടുള്ളവർ, വധിക്കപ്പെടാനായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അവരുടെ എണ്ണം തികയുന്നത് വരെ നിങ്ങൾ വിശ്രമിക്കുക. അതായത് വേറെ വാക്യത്തിൽ പറഞ്ഞാൽ ദൈവം അവർക്ക് ഒരാശ്വാസവും നൽകുന്നില്ല. ദൈവജനത്തിന് ഒരാശ്വാസവും നൽകുന്നില്ല. സഹനത്തിൻ്റെ ഇടയിൽ നിലവിളിക്കുന്ന ദൈവജനത്തിന് ഇതാ നിങ്ങളുടെ സഹനമൊക്കെ ഇതാ ഞാനിപ്പോൾ തീർത്തിരിക്കുന്നു, ഇനി നിങ്ങൾ സന്തോഷിച്ച് ആർത്തുല്ലസിക്കുവൻ എന്ന് പറയുന്നില്ല. പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം അവിടുന്ന് നമുക്ക് തരുന്ന ആ സഹനങ്ങളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ, ആ യേശുവിൻ്റെ കുരിശിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ അവിടുത്തെ ഉദ്ധാനത്തിൽ പങ്കുചേരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൾക്കാഴ്ചയാണ്. പലപ്പോഴും സഹനങ്ങളൊക്കെ വരുമ്പോൾ നാം ഉടനെ യേശുവിനോട്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്, കർത്താവേ ഈ സഹനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയണമേ എന്നാണ്. പക്ഷേ ഈ സഹനങ്ങൾക്കെല്ലാം രക്ഷാകരമായിട്ടുള്ള ഒരു മൂല്യമുണ്ട് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. സഹനം ഒരിക്കലും ദൈവം തരുന്ന ശിക്ഷയല്ല. എൻ്റെ ജീവിതത്തിൽ അത് രക്ഷാകരമാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിയുന്നില്ലെങ്കിലും അത് മറ്റുള്ളവരുടെ ജീവിതത്തിലും അത് രക്ഷയായിട്ട് മാറും. പലപ്പോഴും ഞാനൊക്കെ അനുഭവിക്കുന്ന ആ സഹനങ്ങൾ അത് മറ്റുള്ളവർക്ക് രക്ഷയായിട്ട് മാറുന്നു. കുടുംബത്തിൽ ഉദാഹരണത്തിന് മാതാപിതാക്കളൊക്കെ അനുഭവിക്കുന്ന വേദനകളും സഹനങ്ങളുമൊക്കെ ഉണ്ടല്ലോ. ആ സഹനങ്ങളൊക്കെ ആരുടെ ജീവിതത്തിൽ നന്മയായിട്ടാണ് മാറുന്നത്? തീർച്ചയായിട്ടും അവരുടെ മക്കളുടെ ജീവിതത്തിൽ. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ അനുസരിച്ചുള്ള സഹനങ്ങളൊക്കെ കടന്നു വരും. പക്ഷെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ഈ സഹനങ്ങൾക്കിടയിലും യേശുവിന് സാക്ഷ്യം നൽകുക. അപ്പോൾ ഈ സഹനം എന്ന് പറയുന്നത് വെറുതെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സഹനമല്ല. തിന്മയുടെ ശക്തികളുമായിട്ട് പോരാടുമ്പോൾ കടന്നു വരുന്ന സഹനങ്ങൾ. അതായത് ഈ സഹനങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഞാൻ ഈ തിന്മയുടെ ശക്തികൾക്ക് കീഴ്പ്പെടാതെ യേശുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നു എന്നതിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ്. അപ്പോൾ 5-ാമത്തെ മുദ്ര ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നൽകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളും കഷ്ടതകളുമൊക്കെ കഷ്ടപ്പാടുകളുമൊക്കെ ഉണ്ടാകും. അതിലൂടെയൊക്കെ കടന്നുപോയി നാമൊക്കെ ചിലപ്പോൾ രക്തസാക്ഷിത്വമൊക്കെ വരിച്ചെന്ന് വരും. അത് രക്തം ചിന്തിയാകണമെന്നില്ല. എത്രയോ പേരൊക്കെ രക്തം ചിന്താതെയും രക്തസാക്ഷിത്വം വരിക്കുന്നവരൊക്കെ ഉണ്ട് ഇല്ലേ? കുടുംബങ്ങളിലൊക്കെ വലിയ വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഇല്ലേ? പക്ഷേ അവർക്കൊക്കെ ദൈവം അവിടുന്ന് വാഗ്ദാനം ചെയ്ത ആ നിത്യമഹത്വം നൽകും എന്നതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ സഹനങ്ങളെ നമ്മൾ വിശ്വാസപൂർവം നമ്മളതിനെ സ്വീകരിക്കണം, അതിനെ ആലിംഗനം ചെയ്യണം എന്ന് ഇവിടെ പറയുന്നു. ഇനി ഇവിടെ പറയുന്നു, അല്പസമയം കൂടി വിശ്രമിക്കുവാനായിട്ട് അവർക്ക് നിർദ്ദേശം നൽകപ്പെട്ടു. അപ്പോൾ അല്പസമയം കൂടി വിശ്രമിക്കുക. അപ്പോൾ വിശ്രമിക്കുക എന്ന് പറയുമ്പോൾ ഇവരോട് അല്പസമയം കൂടി വിശ്രമിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നതാണ്, ഇവർ തീർച്ചയായിട്ടും ഇവർ ബലിപീഠത്തിന് കീഴെയാണ്. എന്ന് വെച്ചാൽ ദൈവസന്നിധിയിൽ തന്നെയാണ് നമുക്കറിയാം. ഇനി വെള്ളയങ്കി നൽകപ്പെട്ടെന്ന് പറയുമ്പോഴും അവർ ആ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ മഹിമയിൽ പങ്കുചേരുന്നു എന്നും വ്യക്തമാണ്. അപ്പോൾ അല്പസമയം കൂടി വിശ്രമിക്കുക എന്ന് പറയുമ്പോൾ ആ ദൈവസന്നിധിയിലുള്ള ആ ആശ്വാസം, അപ്പോൾ യേശുവിൻ്റെ 2ാം വരവിന് മുമ്പുള്ള ആ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതായിരിക്കും ഇത്. അപ്പോൾ ആ ഒരു ആശ്വാസം അത് നിങ്ങൾക്കുണ്ട്, ആ ഒരു വിശ്രമത്തിലായിരിക്കുക എന്നുള്ളതാണ് ഇവിടെ യേശു ഇവിടെ നിർദ്ദേശിക്കുക. അപ്പോൾ അല്പസമയം കൂടി ഇവിടെ കാത്തിരിക്കുമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തിയാകുവാനായിട്ട് ഇനിയും സമയം ബാക്കിയുണ്ട്. അതായത് യേശുവിൻ്റെ 2ാം വരവ് വരെയുള്ള ആ സമയത്തെ സൂചിപ്പിക്കുന്നതാകാം ഈ അല്പസമയം എന്ന് പറയുന്നത്. അപ്പോൾ വെളിപാടിൻ്റെ പ്രവാചക പശ്ചാത്തലത്തിൽ ദൈവജനം ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് അവനുള്ള സാക്ഷ്യത്വപ്രതി ജീവൻ അർപ്പിച്ച് തിന്മയ്ക്കെതിരെ അവർക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ആഹ്വാനമാണ് ഇവിടെ കാണുക. അപ്പോൾ അപ്പോക്കലിപ്റ്റിക്
പശ്ചാത്തലത്തിൽ ഉള്ള ഒരു വിവരണമാണ് നമ്മളിവിടെ കാണുക. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ എല്ലാ തിന്മകളുമൊക്കെ ഉന്മൂലനം ചെയ്യപ്പെടണമെന്നാണ് നാമൊക്കെ ആഗ്രഹിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ കേണപേക്ഷിക്കുക. അപ്പോൾ 5-ാം മുദ്രയിലെ വിവരണം എന്ന് പറയുന്നത് ആ മരിച്ചവരെക്കുറിച്ചുള്ള ഒരു വിവരണം മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന നമ്മെക്കുറിച്ചുള്ള വിവരണം കൂടിയാണ്. അപ്പോൾ നമ്മളും ഈ സഹനത്തിൻ്റെ മുന്നിൽ നാമൊക്കെ ദൈവസന്നിധിയിൽ ഉണർത്തുന്ന ആ ഒരു രോദനം, ആ ഒരു ചോദ്യം, അതാണ് ഇവിടെ അവതരിപ്പിക്കുക. അപ്പോൾ ആരാധന സമൂഹത്തിന് നൽകുന്ന ഉത്തരം എന്താണ്? ഈ സഹനങ്ങളെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നിങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ അത് തീർച്ചയായിട്ടും യേശുവിൻ്റെ ഉത്ഥാനത്തിലേക്കുള്ള ഒരു വഴി തന്നെയാണ്. അപ്പോൾ കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തിന്മകളുടെ ശക്തികളെ കീഴടക്കി ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്നുവെന്നും തൻ്റെ ഉത്ഥാനപ്രഭയാൽ പ്രപഞ്ചത്തെ നവീകരിക്കുന്നെന്നും മനുഷ്യരക്ഷ സാക്ഷാത്കരിക്കുന്നെന്നും ഉള്ള വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ 5-ാമത്തെ മുദ്ര നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ 1 മുതൽ 5 വരെയുള്ള മുദ്രകൾ നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു രത്ന ചുരുക്കം ഞാനിപ്പോൾ പറയാം. 1 മുതൽ 4 വരെയുള്ള ആ മുദ്രകൾ തുറക്കുമ്പോൾ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ പശ്ചാത്തലം, അതുപോലെ തന്നെ തിന്മയുടെ പശ്ചാത്തലം. അപ്പോൾ ഈ തിന്മകളെയെല്ലാം യേശുവിൻ്റെ ഉയർപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് നാം വിലയിരുത്തേണ്ടത്. ഇനി ദൈവജനത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരുടെ യേശുവിന് സാക്ഷ്യം വഹിച്ചവരുടെ ആ ജീവിതത്തെ അവതരിപ്പിക്കുന്നു. അവർ ചോദിക്കുന്നു, എപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുക? എപ്പോഴാണ് ഈ തിന്മകളുടെ ശക്തികളെ ഒക്കെ ഇല്ലായ്മ ചെയ്യുക? അപ്പോൾ അവിടുന്ന് പറയുന്നു, തൻ്റെ പദ്ധതി അനുസരിച്ച് ഇനിയും കുറേയേറെ കാര്യങ്ങളൊക്കെ സംഭവിക്കാനുണ്ട്. അപ്പോൾ അത് പൂർത്തിയാകുന്നത് വരെ നാം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദൈവജനമെല്ലാം ഇനിയും തുടർന്നും സഹനത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഈ സഹനത്തിൽ നിലകൊള്ളാനായിട്ട് പ്രതീക്ഷയോടെ മുന്നേറാനായിട്ടുള്ള ആഹ്വാനമാണ് ഈ 5-ാമത്തെ മുദ്രയുടെ അവസാനം കാണുക. ഇനി നമ്മൾ 6-ാമത്തെ മുദ്രയിലേക്ക് കടക്കുന്നു. 6-ാമത്തെ മുദ്ര ഞാൻ വായിക്കാം. 12-ാമത്തെ വാക്യം മുതൽ. അവൻ 6-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ഞാൻ കണ്ടു, വലിയ ഒരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുപ്പായി, ചന്ദ്രൻ ആകെ രക്തം പോലെയായി. കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന അത്തിവൃക്ഷത്തിൽ നിന്ന് പച്ചക്കായകൾ പൊഴിയുന്ന പോലെ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു. തെറുത്തുമാറ്റിയ ചുരുൾ പോലെ ആകാശം വിഭജിക്കപ്പെട്ടു. എല്ലാ പർവ്വതങ്ങളും ദ്വീപുകളും അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു. ഭൂമിയിലെ രാജാക്കന്മാരും പ്രമുഖന്മാരും സൈന്യാധിപന്മാരും ധനികരും പ്രബലരും എല്ലാ അടിമകളും സ്വതന്ത്രരും ഗുഹകളിലും പാറക്കെട്ടുകളിലും ഒളിച്ചു. അവർ മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനസ്ഥൻ്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിൻ്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവിൻ. എന്തെന്നാൽ അവരുടെ ക്രോധത്തിൻ്റെ മഹാദിനം വന്നു കഴിഞ്ഞു, ആർക്ക് നിൽക്കാൻ കഴിയും? അപ്പോൾ 5-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ ദൈവജനത്തെ ആണ് നാം കാണുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത് തിന്മയുടെ കൂടെ നിൽക്കുന്ന ആളുകളെയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ 6-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ ഈ 5-ാമത്തെ മുദ്രയിലുള്ള ചോദ്യത്തിനുള്ള ചെറിയൊരു ഉത്തരം ഇവിടെ നൽകപ്പെടുന്നെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അപ്പോക്കലിപ്റ്റിക് കാഴ്ചപ്പാടിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ പോലെ എന്നുള്ള പദം ആവർത്തിക്കുന്നത് കൊണ്ട് പച്ചക്കായകൾ പൊഴിയുന്ന പോലെ, ചുരുൾ തെറുത്തുമാറ്റിയ ചുരുൾ പോലെ എന്നൊക്കെ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഇത് പ്രതീക ഭാഷയിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ 5-ാം മുദ്രയിലുള്ള ചോദ്യത്തിനുള്ള ചെറിയൊരു ഉത്തരം. അപ്പോൾ ഭൂകമ്പം അത് പഴയ നിയമത്തിൽ പലയിടത്തും ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു സൂചനയാണ്. വെളിപാടിലെ 2-ാം ഭാഗത്ത് ഈ ഭൂകമ്പം പല പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ, 11-ാം അധ്യായത്തിൽ, അതുപോലെ തന്നെ 16-ാമത്തെ അധ്യായത്തിൽ. അപ്പോഴിവിടെ ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും
ആകാശവും പർവ്വതങ്ങളും ദ്വീപുകളും എന്നീ പ്രപഞ്ച സംവിധാനങ്ങളൊക്കെ തകരുന്നതാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ ഒക്കെ മാറി. അപ്പോൾ സൂര്യൻ കരിമ്പടം എന്ന് പറയുമ്പോൾ അത് ഒരു ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിട്ട് ധരിക്കുന്ന ഒരു ചാക്ക് വസ്ത്രമൊക്കെയാണ് പഴയ നിയമത്തിൽ. ഏശയ്യായുടെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ ഉണ്ട്, ജോയേലിൻ്റെ പുസ്തകത്തിൽ 1:8, പിന്നെ വെളിപാട് 11:3 2 സാക്ഷികൾ ചാക്കൊടുത്ത് അനുദവിക്കുവാനായിട്ട് പറയുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരവസ്ഥയാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അപ്പോൾ പ്രകാശത്തിൻ്റെ ആ ഒരു ഉറവിടമായിട്ടുള്ള സൂര്യൻ ജീവന നിലനിൽപ്പിൻ്റെ കാരണമായിട്ടുള്ള അത് മനുഷ്യന് നൽകപ്പെടുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ആ അനുഗ്രഹം മനുഷ്യന് നൽകപ്പെടുന്നതാണ് ഇവിടെ പറയുക. ഇനി അതുപോലെ തന്നെ ചന്ദ്രനെക്കുറിച്ച് പറയുന്നു, രക്തം പോലെയായിട്ട് മാറി. ചന്ദ്രൻ രക്തം പോലെയാകുക എന്ന് പറയുമ്പോൾ ചന്ദ്രൻ സമയത്തിൻ്റെ ഒരു പ്രതീകമാണ്. ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളൊക്കെ കണക്കുകൂട്ടിയിട്ടാണല്ലോ ചന്ദ്രമാസമൊക്കെ നമ്മൾ കണക്കുകൂട്ടുന്നത്. അപ്പോൾ രക്തമയമായിട്ട് മാറി എന്ന് പറയുമ്പോൾ ഈ സമയത്തിൻ്റെ താളമൊക്കെ തെറ്റി, അതായത് സൃഷ്ടിയുടെ ജീവിത താളമൊക്കെ നഷ്ടപ്പെടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ പച്ചക്കായകൾ പൊഴിയുന്ന പോലെ നക്ഷത്രങ്ങൾ പതിക്കുന്നു, പച്ചക്കായകൾ പൊഴിക്കുന്ന പോലെ നക്ഷത്രങ്ങൾ പതിക്കുന്നു. അതും ഈ പ്രപഞ്ചത്തിൻ്റെ താളം നഷ്ടപ്പെടുന്നതാണ് സൂചിപ്പിക്കുക. ഇനി ആകാശത്തെക്കുറിച്ച് പറയുന്നത് തെറുത്തു മാറ്റിയ ചുരുൾ പോലെ വിഭജിക്കപ്പെട്ടു. ഇപ്പം നമ്മൾ ചുരുട്ടി വെച്ചൊരു പായ് നെടുകെ ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ, അത് നിവർത്തി കഴിഞ്ഞ് മുറിച്ച് കഴിഞ്ഞാൽ രണ്ടും പകുതിയും 2 വശങ്ങളിലേക്ക് ചുരുണ്ട് പോകില്ലേ എന്ന് പറയുന്ന ആ ഒരു ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് ആകാശമൊക്കെ ഈ തെറുത്തു മാറ്റിയ ചുരുൾ പോലെ ഒക്കെ വിഭജിക്കപ്പെട്ടു, അത് അപ്രത്യക്ഷമായി എന്ന്. അതുപോലെ തന്നെ ദ്വീപുകളെക്കുറിച്ച് അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ താളം മുഴുവൻ നഷ്ടപ്പെടുന്നു. മനുഷ്യന് സംരക്ഷണം നൽകേണ്ട ഈ പ്രപഞ്ചം മനുഷ്യന് സംരക്ഷണം നൽകുന്നില്ല. അതായത് മനുഷ്യൻ്റെ പാപത്തിൽ ഈ പ്രപഞ്ചവും പങ്കുചേരുന്നത് ഇവിടെ കാണുന്നു. അപ്പോൾ 6ാമത്തെ മുദ്ര തുറക്കുമ്പോൾ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ആ സംഭവവികാസങ്ങളാണ് നാം ഇവിടെ കാണുക. അപ്പോൾ ആദ്യം ഈ പ്രപഞ്ചത്തിൻ്റെ താളം മുഴുവൻ നഷ്ടപ്പെടുന്നത് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. തുടർന്ന് ഈ സമൂഹത്തിലുള്ളവരെ 7ആയിട്ട് വിഭജിച്ചിട്ടുള്ള ഒരു പട്ടിക ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ പറയുന്ന പേരുകൾ രാജാക്കന്മാർ, പ്രമുഖർ, സൈന്യാധിപർ, ധനികർ, പ്രബലർ, അടിമകൾ, സ്വതന്ത്രർ. അപ്പോൾ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവരും അവരുമൊക്കെ ഈ സർവശക്തനായ ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് ഓടി ഒളിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സിംഹാസനസ്ഥൻ്റെ മുന്നിൽ നിന്ന് ഓടി ഒളിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? തിന്മ ചെയ്തവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ തിന്മ ചെയ്യുന്ന അവസരങ്ങളിലെല്ലാം അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുന്നതിന് ചിത്രം ബൈബിളിൽ കാണുന്നുണ്ട്. ആദവും ഹവ്വയും ഒക്കെ പാപം ചെയ്ത ശേഷം ദൈവസന്നിധിയിൽ ഓടി ഒളിക്കുന്ന ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുക. ഇവർ പറയുന്നത് എന്താണ്? ദൈവസന്നിധിയിൽ സിംഹാസനസ്ഥൻ്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിൻ്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് കുഞ്ഞാടിനെ, അപ്പോൾ ഇവിടെ സിംഹാസനസ്ഥനെയും കുഞ്ഞാടിനെയും ഒരുമിച്ച് ചേർത്ത് പറയുമ്പോൾ രണ്ടുപേരെയും തുല്യരായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് നമുക്ക് അറിയാം. അപ്പോൾ കുഞ്ഞാടിൻ്റെ ക്രോധത്തിൽ നിന്ന് ഞങ്ങളെ മറയ്ക്കുവിൻ. അപ്പോൾ ക്രോധത്തിൽ നിന്ന് മറയ്ക്കുക. ഈ ക്രോധം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ ആ പ്രഭാവത്തിന് മുന്നിൽ നിൽക്കുവാനായിട്ട് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് സാധിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആ ക്രോധത്തിൽ നിന്ന് മറയ്ക്കുക എന്നിവിടെ പറയുന്നു. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് മറയ്ക്കുക? അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് മറയ്ക്കുക എന്ന് പറയുമ്പോൾ ഈ തിന്മകളുടെ ശക്തികളെല്ലാം അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുവാനായിട്ട് പോകുന്ന ആ നിമിഷത്തിൽ നിന്ന് തങ്ങളെയെല്ലാം രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവസന്നിധിയിൽ നിന്നും ഓടി ഒളിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണുക. അപ്പോൾ ഇതിൻ്റെ
തുടർന്നുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ മറ്റ് അർത്ഥധ്വനികളെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഏവർക്കും വണക്കം.